കാര്യമായിട്ടും പിണങ്ങിയല്ലേ? സസ്പെൻഷൻ ഓർഡർ വന്നിട്ടുണ്ട്. ഇനി എന്താ തന്റെ പരിപാടി? രണ്ടിലൊന്നറിയാതെ ഞാൻ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല സാർ. വീണ്ടും താൻ മണ്ടത്തരത്തിലേക്കാ പോകുന്നത്. ഒരു പോലീസ് ഓഫീസർക്ക് പവർ ഉള്ളപ്പോഴത്തെ സ്ഥിതിയല്ല അതില്ലാത്തപ്പോ. തനിക്ക് ചുറ്റും ശത്രുക്കളാണ്, അത് താൻ മനസ്സിലാക്കണം. അതെനിക്കറിയാം സാർ. സാർ എനിക്കൊരു ഉപകാരം ചെയ്യണം. എന്റെ സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടി എനിക്കൊരു പിസ്റ്റൾ തരണം. നോക്കട്ടെ. ഏതായാലും താൻ തനിയെ ഇവിടെ താമസിക്കുന്ന ഒട്ടും ബുദ്ധിയല്ല. അല്ല സാർ, ദാസപ്പൻ എന്റെ കൂടെ ഉണ്ട്. ലക്ഷ്മിയുടെ അച്ഛനുമായി ഞാൻ സംസാരിക്കണം. വേണ്ട സാർ, നടന്ന സംഭവങ്ങൾക്കെല്ലാം ഞാൻ നിരപരാധിയാണ്. അതെല്ലാം തെളിയുമ്പോ തെളിയട്ടെ. എന്തെങ്കിലും ആവശ്യം വന്നാൽ എന്നെ വിളിക്കാൻ പഠിക്കണ്ട. ശരി സാർ. കുടിക്കാൻ അതൊക്കെ പിന്നെ ആവാലോ. ഞാൻ ഇറങ്ങട്ടെ. എടാ മഹാദേവ, പുറത്തേക്ക് വാടാ. നിന്റെ കൂടെ കുടിച്ചാടാ എന്റെ ജോലി പോയത്. പുറത്തേക്ക് വാടാ. എടാ മഹാദേവ, അടിച്ചാൽ ചുരുട്ടിക്കളയൂ. എന്തെല്ലാം ഓഫറായിരിക്കും തന്നത്. സിനിമയില് പാട്ട് പാടിപ്പിക്കാൻ കള്ളൻ നുണയ പന്നി. വെറുതെ അല്ലടാ ആ തങ്കം പോലത്തെ നിന്റെ അമ്മായിയപ്പൻ നിന്നെ അടിച്ച് പുറത്താക്കിയത്. നിനക്കറിയാമോടാ, ഞാൻ ഇന്ന് പട്ടിണിയാടാ. നേരം വെളുത്തിട്ട് വെള്ളം ഒഴിക്കാതെ 4 ലാർജ് അല്ലാതെ പച്ച വെള്ളം ഞാൻ കഴിച്ചിട്ടില്ലടാ. മഹാദേവ, എന്താടാ ഒന്നും മിണ്ടാത്തത്? നിന്റെ അണ്ണാക്കിൽ എന്താണ് റബ്ബർ പാല് ഉരുക്കൊഴിച്ചേക്കണാടാ പന്നി. ആ ശരിക്കട്ടി, ഇവിടെ എന്താ അദ്വൈതാശ്രമം തുടങ്ങാൻ പോണല്ലേ? എവിടെ കയറി ഒളിച്ചിരിക്കണ്ട ആ മഹാദേവ. ജെയിംസ് ബോണ്ടിന്റെ കാസറ്റ് കണ്ട് പഠിക്കാണ്. കേസ് പിടിക്കാൻ അതൊക്കെ ആ പിള്ളേർക്ക് പറഞ്ഞാ പണിയാടോ. എടാ മഹാദേവ, നീ എന്താടാ പറഞ്ഞ? എടാ മഹാദേവാന്ന്. ഇപ്പൊ സസ്പെൻഷൻ ആയില്ലേ, ഇനി അതൊക്കെ മതി. നീ അവിടെ ഇരിക്കല്ലെങ്കിൽ വീഴും. അവിടെ ഇരിക്കടാ പുല്ലേ. ഞാൻ എന്നേ വീണു. ഇനി താനെന്നെ ഇരുത്താൻ നോക്കണ്ട. ഇവിടെ കിടന്ന് വെള്ളം വെച്ചാൽ പിടിച്ച് പുറത്തേക്കാക്കും. ഇനി എന്ത് പുറത്താവാൻ? ഇവിടെ എനിക്ക് വിശക്കണമെന്ന് കേട്ട് പറയണ്ടേ. വെള്ളം നിന്റെ ആ മച്ചവൻ കൊണ്ടുവന്നു തരുമോ? ബാങ്കിൽ നിന്ന് ഓർണമെന്റ്സ് നമ്മൾ ആ കിണറ്റിൽ വെച്ചിട്ടുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവൻ ആ വീട് വാടകയ്ക്ക് എടുത്തിട്ടുള്ളത്. എങ്കിൽ നമുക്ക് ഉടനെ അതോർത്ത് മാറ്റണം സാർ. ഉടനെ അത് മാറ്റണോ, അവനെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ മാറ്റണോ? CI ആയിരിക്കുമ്പോഴേ അവനെ ഞാൻ തീർത്തേനെ. മിനിസ്റ്ററുടെ ഒറ്റ നിർബന്ധമാ. ജനങ്ങൾക്ക് സെക്യൂരിറ്റി ഇല്ല, ഇപ്പൊ പോലീസിനും സെക്യൂരിറ്റി ഇല്ല എന്ന് പറഞ്ഞ് പ്രതിപക്ഷം പ്രശ്നം ഉണ്ടാക്കും അത്രേ. ഇപ്പൊ അവന് തൊപ്പിയില്ലല്ലോ. ഇനി മിനിസ്റ്ററുടെ പെർമിഷൻ ആവശ്യമില്ല. ഇപ്പൊ വരാൻ ഈ താക്കോൽ കൊടുത്താൽ മതി. ഇതിന്റെ ഡോക്ടർ വില്യംസ് ഇവിടെ? ഡോക്ടർ വില്യംസ് റാണിയുമായി വളരെ ക്ലോസ് അല്ലേ? കുറച്ചു നാളെ അവരൊന്നിച്ച താമസം. റാണിയെ ഡോക്ടർ വില്യംസ് കെട്ടുമെന്നാണ് റാണിയുടെ വിശ്വാസം. എനിക്ക് തോന്നുന്നില്ല. അതെന്താ? അയാൾ ഒരു വൃത്തികെട്ടവനാ. ജോസിന് എനിക്കൊന്ന് ഫോൺ ചെയ്യാമായിരുന്നില്ലേ? ഞാൻ ഡോക്ടറെ വിളിച്ചിരുന്നു, പക്ഷെ ഫോൺ ആരും എടുത്തില്ല. എനിക്ക് ട്രെയിനിന് സമയമായതുകൊണ്ട് മഹാദേവൻ സാറിനെ അറിയിക്കാൻ ഞാനാ ദാസപ്പനോട് പറഞ്ഞത്. ഈശ്വരാ, എന്തൊക്കെയാ നടന്നത്? മഹാദേവൻ സാറിനോട് സംസാരിച്ച പോരെ? മായേട്ടന് എന്നോട് ഇപ്പോഴും ദേഷ്യം കാണില്ല.
പക്ഷെ അച്ഛൻ വിശ്വസിക്കില്ല. ദൈവം ഉണ്ടെന്ന് പറഞ്ഞു ഇതാടാ. എന്തായിരുന്നു ഇവിടെ? ഞാൻ ഒതുക്കി ആ CI മഹാദേവനെ. ഇപ്പൊ ചൊറിയും കുത്തിക്കൊണ്ട് വീട്ടിലിരിക്കും. അവന് എങ്ങനെയുണ്ട് വില കളക്ഷൻ? ആദ്യത്തെ ഷോയ്ക്ക് തന്നെ തിയേറ്റർ ഹൗസ്ഫുൾ. ഒറ്റയടിക്ക് 12 വേഴ്സല്ലേ ഈ പോകുന്നത്. ഓഹോ 12 പേഴ്സ്. എനിക്ക് അറിഞ്ഞൂടെ നീ മിടുക്കനാണെന്ന്. ഈശ്വര. ആ ഗോപി നിന്റെയോ? അണ്ണനത് പൊട്ടിച്ചടിക്കും. ഞാനിന്ന് കോടീശ്വരനാ. അതെനിക്ക് അറിഞ്ഞൂടെ. 200 രൂപയ്ക്ക് ബ്ലാക്ക് ടിക്കറ്റ് പോണോന്ന് കേട്ടു. ഇന്ന് നമുക്ക് പെരുന്നാളാക്കണം. ദേ നോക്കിയേ, ലോക്കപ്പൊക്കെ ഞാൻ തന്നെ ഡെറ്റോൾ ഒഴിച്ച് കഴുകി വൃത്തിയാക്കിയിട്ടിരിക്കുകയാണ്. ആഗസ്റ്റിനായിരിക്കും തിരുവനന്തപുരത്ത് നിന്ന് അവൻ വഞ്ചിനാട് എക്സ്പ്രസിൽ കയറിയിട്ടുണ്ട്. 2 സൂട്ട് കേസെങ്കിലും അടിച്ചു മാറ്റായിരിക്കില്ല. ഹലോ, എന്താണ് കുമ്പാരി? സോറി സാർ, സൽഗുണാണ് സാർ. സാർ, കരിമ്പുലിയോ? ഒരു ഫിലിം പുലിയുടെ ചീട്ട് കീറിച്ചതേ ഉള്ളൂ. ഇപ്പതേ കരിമ്പുലി. കരിമ്പുലി, 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 കരിമ്പുലി. സാർ, ഡിവൈഎസ്പി ബോംബെ അന്തേരി സൂപ്പർ മാർക്കറ്റിൽ ചോട്ടാ രാജനെയും കോഴിക്കോട് ആലുവ ബസാറിലിട്ട് ഒറ്റക്കണ്ണൻ നന്ദുനെയും തിരുവനന്തപുരം ചാലയിലിട്ട് റവടി രാമിനെ അടിച്ച് ജീപ്പിൽ കയറ്റിയവരാണ് ഈ കരിമ്പുലി ആരണി. സാർ, ഡിവൈഎസ്പി എല്ലാ തീവ്രവാദികളെയും എണ്ണി ലോഡ് കണക്കിന് നടക്കും ഞാൻ. ഈ കരിമ്പുല റേഞ്ചിൽ ഒരു കരിയില പോലെ ഇറങ്ങാൻ സമ്മതിക്കില്ല ഞാൻ. ലോക്കപ്പിൽ എത്ര പ്രതികളുണ്ട്? 7 പേരുണ്ട്. ഇവിടുത്തെ കള്ളന്മാർ റവടികളും പോക്കറ്റുകാരും തീർത്ഥാടനത്തിന് പോയോ? അവരെല്ലാരും തിരിച്ചു. തീവ്രവാദികളെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് ഇവിടെ കിട്ടണം. എന്റെ കൈകൾ ഇത് ആരിവിടെ കൊണ്ടുവച്ച? ഞാനല്ല സാർ. അല്ല സാറേ, അത് പിന്നെ സാർ, ഇതെന്താണോ? ഞാനാ. ഇതോ ചിത്രഭൂമി വെള്ളി നക്ഷത്രം ഉണ്ട് സാർ. ഇതെന്താണോ? വായനശാലയല്ലേ, പെട്ടിക്കണോ? സാർ, ഡിവൈഎസ്പി ഇതെല്ലാം മഹാദേവൻ സാറിന്റെ ഫയലുകളാണ്. CI മഹാദേവൻ. അവന്റെ നട്ടലൊടിച്ചിട്ട് കരിമ്പുലിക്ക് വിശ്രമമുള്ളൂ. വർഷങ്ങളായിട്ടുള്ള പ്രതികാരമാണ്. ഇനി അവന്റെ അവസാനമാ. എടാ മഹാദേവ, ഞാൻ എത്തിക്കഴിഞ്ഞു. നിന്റെ കാലൻ കരിമ്പുലി ഒരടി മുന്നോട്ട് വെച്ചാൽ 100 അടി കടന്നിരിക്കും. അണ്ടർസ്റ്റാൻഡ്? യെസ് സാർ. എന്നോടല്ല. യെസ് സാർ. നമസ്കാരം സാർ. ആരാടോ? അയ്യോ, വലിയ അബ്കാരി കോൺട്രാക്ടറാ. കൊളപ്പുള്ളിക്കറിയാച്ച. ഇവിടെ ആര് വന്നാലും ആദ്യത്തെ സമ്മാനം എന്റേതായിരിക്കും. സാറിന് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഈ കൊളപ്പുള്ളിക്ക് അറിയാച്ചൊന്ന് ഫോൺ ചെയ്താൽ മതി. എന്താണോ ഇത്? പോർനാ എണീക്കടോ. പിന്നെ നിന്റെ അപ്പം കൊണ്ടുവരാടാ. ഞാനിപ്പോ കൊണ്ടുവരാം. അപ്പൊ സാറതിന്റെ ആളാണല്ലേ? ഈ പീസ് ഏതാടോ? എന്റെ ഭാര്യ. എന്റെ ഭാര്യയോ? അല്ല, എന്റെ ഭാര്യ അല്ല എന്ന് പറയാൻ വരികയായിരുന്നു. എന്താണ് നിന്റെ പേര്? ശോശാമ്മ. അത് എനിക്കങ്ങനെ അറിയാം. പരാതിയിലുണ്ടായിരുന്നു. എന്താ നിന്റെ പരിധി? അല്ല പരാതി. എന്റെ ഭർത്താവ് പോയി. എവിടെ പോയി? കടലിൽ പോയി. തട്ടിപ്പോയോ? അല്ല സാറേ, 2 ദിവസമായി കടലിൽ മീൻ പിടിക്കാൻ പോയിട്ട് ഇതുവരെ വന്നില്ല. മീൻ പിടിക്കാൻ പോയതാണല്ലേ? 2 ദിവസം കൂടി പച്ചക്കറി കഴിക്കൂ. പോയിക്കോ. എടാ, ഈ മഹാദേവനും തീവ്രവാദികളും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നിനക്കറിയാമോ? ഒരു ബന്ധവുമില്ല. ഉണ്ടെങ്കിൽ ഞാൻ അറിയില്ലേ? ഉണ്ട്. ഉണ്ട് ഉണ്ട് ഉണ്ട്. ഈ പേജർ വാണിഭത്തെ കുറിച്ച് നിനക്കറിയാമോ? മഹാദേവന്റെ പേജർ ഉണ്ടോ? ഉണ്ടാകും. ദാസപ്പാ, സാറാ. സാറ് ഞാൻ എവിടേക്ക് അന്വേഷിച്ചറിയാമോ? സാറിത് എങ്ങോട്ട് പോണേണ്? ഞാൻ DSP ഒന്ന് കാണാൻ പോണു. ഇങ്ങനെ ഇറങ്ങേ. എന്താണ്? ഇങ്ങാട് ഇറങ്ങാൻ. എന്താണ്? ഒരു കാര്യം പറഞ്ഞ. എന്താണ്? ആ കരിമ്പുലി ആന്റണി ചാർജ് എടുത്തു. അതെ. കരിമ്പുലി ആന്റണി. ഓ, അതിപ്പോ അതിനിപ്പ എന്താണെന്ന് അവന്റെ തീരുമാനം എന്താണെന്ന് അറിഞ്ഞ? അറിഞ്ഞ എന്താണ്? ഇങ്ങനെ വരുവോ? ഇങ്ങാട് കാച്ചു. ചേട്ടാ, ഇവരെ കെട്ടിക്കൊണ്ടോ? കെട്ടി അങ്ങോട്ട് തരും. എന്താണ്?
ഹലോ ഹലോ മഹദേവ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാനിവിടുത്തെ റേഷൻ കടയിൽ കണക്കെഴുതാൻ വന്ന ആളല്ല. പ്രതികളെ പിടിക്കാനും ലോക്കപ്പിലാക്കാനും കല്ലിടാങ്കുന്ന് സർക്കിൾ ഇൻസ്പെക്ടറായി കരിമ്പുലി ആനിടുണ്ട്. കുട്ടിക്കാലത്ത് കുളക്കടവിൽ, പള്ളിക്കൂടത്തിൽ, അണ്ടിപ്പിള്ളിക്കാവ് ലക്ഷ്മി തിയേറ്ററിൽ റിലീസിംഗ് പടത്തിന് ടിക്കറ്റ് എടുക്കുമ്പോൾ, വർഷങ്ങൾക്ക് ശേഷം പോലീസ് ട്രെയിനിങ് ക്യാമ്പിൽ, ഇപ്പോൾ ഇവിടെയും നീ എന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കുകയാണ്. സമ്മതിക്കില്ല ഞാൻ. വേണ്ടി വന്നാൽ ഇപ്പോൾ ഇവിടെ വെച്ച് നിന്നെ എനിക്ക് അവസാനിപ്പിക്കാം. പോലീസുമായിട്ടുള്ള സംഘടനത്തിൽ മരിച്ചു, അല്ലെങ്കിൽ തീവ്രവാദികളുമായിട്ടുള്ള സംഘടനത്തിൽ മരിച്ചു. That's all. എടാ ആന്റപ്പ, ഓരോ കാലത്തും ഓരോരുത്തരെ തോൽപ്പിക്കാൻ ഓരോരുത്തർ അവതാരമെടുക്കും. കരിമ്പുലി എന്ന നിന്നെ തോൽപ്പിക്കാൻ അവതാരമെടുത്തവനാണ് ഞാൻ. നീ നോക്കിക്കോ, തൊപ്പിയില്ലാതെ തന്നെ ഞാൻ ഈ കേസ് തെളിയിക്കും. ഈ കല്ലിടാകുന്നിൽ വീണ്ടും CI ആയി ചാർജ് എടുക്കും. നിന്നെ നിന്റെ പഴയ ആദിവാസി കേന്ദ്രമായ ആനമയക്ക് കുന്നിലേക്ക് പായിക്കും. That's all. ഇതവന്മാര് തന്നെയാ, മഹാദേവനും ദാസപ്പനും. ഇവന്മാരെ നിന്നെ കിണറ്റിലിറങ്ങണേ, ചിലപ്പം വെള്ളം കുടിക്കാനായിരിക്കും, അല്ലെങ്കിൽ ജോലി പോയ വിഷമത്തിൽ ആത്മഹത്യ ചെയ്യാനായിരിക്കും. മുഖം മൂടിയിട്ട് ആരിൽ ആത്മഹത്യ ഇടൂ. ഇതൊന്നല്ല, ഇതൊരു അണ്ടർഗ്രൗണ്ട് ആണ്. ഇതിലൂടെ ഇറങ്ങിയാണ് അവൻ പല കേസുകളും തെളിയിക്കുന്നെന്ന് അവൻ എന്നോട് പറഞ്ഞത്. ഇത് തന്നെ സന്ദർഭം. ഒന്നെങ്കിൽ അവൻ തീവ്രവാദികളുമായുള്ള ഏറ്റുമുട്ടലിൽ മരിച്ചു, അല്ലെങ്കിൽ ജോലി പോയ അപമാനം സഹിക്കാൻ പറ്റാതെ ആത്മഹത്യ ചെയ്തു. രണ്ടിലേതായാലും നാളത്തെ സുപ്രഭാതം എന്റേതാണ്. സാറേ, ഏതോ മുഖംമൂടികൾ കിണറ്റിലിറങ്ങുന്നു. അവന്മാരെ തോക്കിട്ട് കേറിക്കോ. അനങ്ങി പോരുതേ. തൊപ്പി മാത്രമേ തെറിച്ചിട്ടുള്ളൂ. അവസപ്പാ മോനെ, സോപ്പും തോർത്തും കൊണ്ടുവന്നുണ്ടോ കുളിപ്പിക്കാനായിട്ട്? കൊണ്ടുവന്നിട്ടുണ്ടാ? കൺഗ്രാചുലേഷൻസ് മിസ്റ്റർ മഹാദേവൻ. താങ്ക് യു സാർ. 2 തീവ്രവാദികളെ നിങ്ങൾ പിടിച്ചെന്ന് ഞാൻ പത്രത്തിൽ കൊടുത്തു കഴിഞ്ഞു. ഓ, അതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു സാർ. ഞാനിത് പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്തല്ല. ഇത് നിസ്സാര കാര്യമല്ല മഹാദേവൻ. ആ ദയവേത് എല്ലാരും ഒന്ന് മാറിയെന്ന്. ഞാനും സാർ ഇത്തിരി ഫ്രഷ് കയറുള്ളട്ടെ. നിങ്ങൾ ഇപ്പോൾ 4 പേരെ പിടിച്ചു കഴിഞ്ഞു. ആ കൊടുങ്കാട്ടിൽ വെച്ച് ദ്വന്ദ്വയുദ്ധത്തിൽ ഒരുത്തനെയും ചൂണ്ടിയ തോക്കിന് നേരെ മാറി വിരിച്ചു ചെന്ന് രണ്ടാമനെയും, ഇപ്പോഴിതാ 3ഉം 4ഉം. 1ഉം 2ഉം പോട്ടെ, ഈ 3ഉം 4ന്റെയും കാര്യം എടുക്ക്. 6 തെങ്ങിന്റെ താഴ്ചയുള്ള ആ കിണറ്റിലേക്ക് തവളപ്പത്തില് ചാടണമല്ലോ ഒരു ചാട്ടം. സാറ് മറന്നു 1 2 3 പോയ പോലെ തന്നെ ഈ സാറ് ഈ 2 ലഗേജിനെ കയ്യിൽ പിടിച്ചോണ്ട് ഒരു വരവ്. ഒരു തുള്ളി വെള്ളം ഈ ശരീരത്തില് നോക്കിയ അല്ല, രോമാഞ്ചം. സാർ ആ സ്റ്റേഷനിൽ കിടന്ന് ഉറങ്ങുന്നവന്മാരെ വിളിച്ചിട്ട് ഇവരെ കൊണ്ടുപോകാൻ പറ. ഞാൻ ഫോൺ ചെയ്ത് കഴിഞ്ഞോ, അവരിപ്പം വരും. ഈ ഒരു സംഭവം വെച്ച് നിങ്ങളുടെ സസ്പെൻഷൻ പിൻവലിക്കാൻ ഞാൻ ശുപാർശ ചെയ്യും. വേണ്ട സാർ, ഇനിയും കുറച്ച് ജോലി ബാലൻസ് ഉണ്ട്. അപ്പൊ എന്നെ പട്ടിണി കിട്ടി കൊല്ലാനുള്ള പരിപാടിയാണ്. എന്റെ കയ്യിൽ 10 പൈസ ഇല്ല.